ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിലും കിടിലൻ രുചിയിലും നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ള ഒരു പലഹാരത്തിൻ്റെയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്നൊക്കെ അറിയാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് തന്നെ ഒന്ന് കണ്ടു നോക്കൂ. അപ്പോൾ അതുണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്കൊരു ഫില്ലിംഗ് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് നമുക്ക് പാനിലേക്ക് വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കുമ്പോഴായിരിക്കും ഫില്ലിങ്ങിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അങ്ങനെ വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്നാൽ നമുക്കിതിലേക്ക് 2 മീഡിയം വലുപ്പത്തിലുള്ള സവാള കട്ട് ചെയ്തതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ സവാള പെട്ടെന്ന് തന്നെ വഴണ്ട് കിട്ടാനും വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചാക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഉള്ളി ഒന്ന് വാട്ടിയെടുക്കാം. ഈ സവാള നല്ലപോലെ തന്നെ വാടി നല്ല സോഫ്റ്റായി കളറൊക്കെ ചേഞ്ച് ആയിട്ട് കിട്ടണം. അതുവരെ നമുക്കിത് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് തുറന്ന് നോക്കിയിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഉള്ളി വഴറ്റിയെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ അടുപ്പൊന്ന് തുറന്ന് നോക്കാം. അങ്ങനെ അടപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോഴേക്കും സവാളയൊക്കെ നല്ലപോലെ തന്നെ വാടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ നമ്മുടെ എരിവിനെ നോക്കിയിട്ട് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട, 2 ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്താൽ മതിയാവും. അങ്ങനെ വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കിത് 2 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സായി കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിൻ്റെ അടപ്പ് തുറന്ന് ഇളക്കി മിക്സാക്കി എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഫില്ലിങ്ങിൽ ഉപ്പും എരിവൊക്കെ ഒന്ന് കറക്റ്റാണോ എന്ന് നോക്കാം. അപ്പോൾ കുറവായിട്ട് തോന്നുവാണെങ്കിൽ നമുക്ക് വേണ്ടത് ആവശ്യത്തിനായി ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് ഒരല്പം കുറച്ച് കൂടുതലായിട്ട് തന്നെ മല്ലിയില ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഒക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടി നമുക്കൊരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 3/4 കപ്പ് മൈദപ്പൊടിയും 3/4 കപ്പ് പാലും, നമ്മൾ എത്രയാണോ മൈദപ്പൊടി എടുത്തതെങ്കിൽ അതേ അളവിൽ തന്നെയാണ് പാലും ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി 1 കപ്പ് മൈദപ്പൊടി എടുക്കുകയാണെങ്കിൽ 1 കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക. ആ ഒരളവിൽ തന്നെയാണ് നമ്മളിത് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും അല്പം മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഫില്ലിങ്ങിലുള്ള ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം നമ്മൾ ഈ ഒരു ബാറ്റർ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ തന്നെ അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബാറ്ററൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോള റെഡിയാക്കി എടുക്കാനായിട്ടുള്ള പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് അല്പം ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ പാനിന് പകരമായിട്ട് നമുക്ക് കുക്കറിൽ വെച്ചിട്ടും ഈ ഒരു പോള ഉണ്ടാക്കി എടുക്കാവുന്നതാണ്. ഈ സോസ് പാൻ അടുപ്പിലേക്ക് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെയാണ് നമ്മൾ ഈ സോസ് പാൻ ചൂടാക്കി എടുക്കേണ്ടത്. അപ്പോൾ സോസ് പാനൊക്കെ ചൂടായി ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ച് ഈ ബാറ്ററിൽ നിന്നും പകുതി ബാറ്റർ നമുക്ക് ഈ പാനിൽ അടിഭാഗം കവറായി കിട്ടുന്നവരെ ഒഴിച്ച് കൊടുക്കാം. ബാറ്ററിൽ നിന്നും പകുതി മാത്രമേ ഇപ്പോൾ പാനിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ. അപ്പോഴേക്കും തന്നെ പാനിൻ്റെ അടിഭാഗമൊക്കെ നല്ലപോലെ കവറായി കിട്ടിയിട്ടുണ്ട്. ഇനി മുകളിലേക്കായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫില്ലിംഗ് ചേർത്ത് കൊടുക്കാം. ഈ ബാറ്റർ മുഴുവനായിട്ട് കവറായി കിട്ടുന്ന രൂപത്തിൽ തന്നെ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കണം. അപ്പോൾ സ്പൂണ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ ഏത് രൂപത്തിലാണ് നമുക്ക് വെച്ച് കൊടുക്കാൻ എളുപ്പമെങ്കിൽ ആ ഒരു രീതിക്ക് തന്നെ നമുക്ക് ഇതിലേക്ക് ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ഫില്ലിങ് മുഴുവനായിട്ട് തന്നെ ബാറ്റർ കവറായി കിട്ടുന്നവരെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുകളിലേക്കായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഞാനിപ്പോൾ 2 മുട്ട പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മുട്ടയും 3 പീസായിട്ടാണ് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഫില്ലിങ്ങിന് മുകളിലേക്കായിട്ട് മുട്ട പുഴുങ്ങിയതും കൂടെ വെച്ച് കൊടുക്കാം. പിന്നെ മുട്ടയുടെ എണ്ണവും വലിപ്പമൊക്കെ നമുക്ക് നമ്മളുടേതായ ഇഷ്ടത്തിന് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പോള റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട ചേർത്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ മുട്ടയെല്ലാം തന്നെ നമ്മൾ ഇതിന് മുകളിലേക്കായിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വന്നിട്ടുണ്ടായിരുന്ന ഈ ബാറ്റർ മുട്ടക്കും ഫില്ലിങ്ങിനും എല്ലാം മുകളിലേക്കായിട്ട് നല്ലപോലെ കവറായി കിട്ടുന്ന രൂപത്തിൽ ഒഴിച്ച് കൊടുക്കാം.
അപ്പോൾ ബാറ്റർ മുഴുവനായിട്ടും തന്നെ നല്ലപോലെ കവറായി കിട്ടുന്ന രൂപത്തിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് വരെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ വേവിച്ചെടുക്കുന്ന സമയത്ത് സോസ് പാൻ്റെ അടിഭാഗത്തായിട്ട് പഴയ ഒരു അലൂമിനിയത്തിൻ്റെ തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ലോ ഫ്ലെയിം തന്നെ വെച്ചിട്ടായിരുന്നു ഈ പോള വേവിച്ചെടുത്തത്. പിന്നെ ഈ പോള വേവിച്ചെടുക്കാനായിട്ട് ഓരോരുത്തർക്കും എടുക്കുന്ന ടൈം ഓരോരുത്തരും എടുക്കുന്ന പാനിൻ്റെ വിടുത്തിനനുസരിച്ചിട്ടും ഓരോരുത്തരുടെയും ഫ്ലെയിമിൻ്റെ തോതനുസരിച്ചിട്ടും ഒക്കെ ആയിരിക്കും ഉണ്ടാവുക. എനിക്കിപ്പോൾ ഈ പോള വെന്ത് കിട്ടിയിട്ടുള്ളത് 10 മിനിറ്റ് കൊണ്ടാണ്. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അടപ്പം തുറന്ന് നോക്കിയപ്പോഴേക്കും പോളയുടെ മുകൾ ഭാഗമൊക്കെ നല്ല പോലെ തന്നെ കറക്റ്റായിട്ട് വെന്ത് സെറ്റായി കിട്ടിയിട്ടുണ്ട്. ഈ പോളയുടെ മുകൾ ഭാഗം ഒന്ന് മൊരിച്ചെടുക്കാനും വേണ്ടിയിട്ട് മറ്റൊരു പാനിൽ അല്പം ഓയിൽ തടവിയിട്ട് മറ്റൊരു പാനിലേക്ക് പോളം തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അടിഭാഗം കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. എനിക്ക് 10 മിനിറ്റ് കൊണ്ടാണ് ഈ പോള റെഡി ആയിട്ട് കിട്ടിയിട്ടുള്ളതും. ഇനി ഇത് കൂടുതൽ സമയം നമ്മൾ ഈ പാനിൽ വെക്കേണ്ട ആവശ്യമില്ല, അടച്ച് വെക്കേണ്ടൊന്നും ആവശ്യമില്ല. 2-3 മിനിറ്റ് വെക്കുമ്പോഴേക്കും തന്നെ മുകൾ ഭാഗവും നല്ല പോലെ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് നല്ല പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ബേക്കറികളിൽ നിന്നൊക്കെ കഴിക്കുന്ന പപ്സിൻ്റെ ഫില്ലിങ്ങിൻ്റെ അതേ ഒരു ടേസ്റ്റ് തന്നെയാണ് ഈ ഫില്ലിങ്ങിനും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിക്കാനും ഒരുപാട് ടേസ്റ്റും ഉണ്ടായിരുന്നു. പിന്നെ എളുപ്പമല്ല ഉണ്ടാക്കിയെടുക്കാൻ. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന വളരെ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടാണ് ഈ ഒരു പോള റെഡിയാക്കി എടുത്തിട്ടുള്ളതും. അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഈ കുറഞ്ഞ ചേരുവകൾ വെച്ചിട്ടുള്ള ഈ റെസിപ്പി എന്തായാലും ഉണ്ടാക്കി. പിന്നെ ഇനിയും ആരെങ്കിലുമൊക്കെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത മറ്റൊരു റെസിപ്പിയുമായിട്ട് കാണും വരെ ടേക്ക് കെയർ, ബൈ, അസ്സലാമു അലൈക്കും.